ഗ്രാമത്തിൽ മിട്ടു എന്നും ഗോപു എന്നും പേരുള്ള രണ്ടാട്ടിൻകുട്ടികൾ ജീവിച്ചിരുന്നു. അവർ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ ഗ്രാമത്തിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയ്ക്ക് കുറുകെ ഒരു പാലവും ഉണ്ട്. ആ പാലം ഇടുങ്ങിയതും വീതി കുറഞ്ഞതും ആണ്. ഒരു ദിവസം മിട്ടു പുല്ല് മേയാൻ പോകുകയായിരുന്നു. മിട്ടു ആ പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ അതാ എതിരെ വരുന്നു ഗോപു. ഗോപുവിനേക്കാൾ മുന്നേ എനിക്ക് ഈ പാലം കടക്കണമെന്ന് മിട്ടു ചിന്തിച്ചു. മിട്ടുവിനെ കണ്ട ഗോപു താനാണ് ആദ്യം ഈ പാലം കടക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും നടന്ന് പാലത്തിന്റെ നടുഭാഗത്തെത്തി. അപ്പോൾ മിട്ടു ഗോപുവിനോട് പറഞ്ഞു, ഗോപു, നീ മാറി നിൽക്ക്, ഞാനാണ് ആദ്യം ഈ പാലം കടക്കുന്നത്. ഇത് കേട്ട ഗോപു മിട്ടുവിനോട് പറഞ്ഞു, മിട്ടു, നീ മാറി നിൽക്ക്, ഞാനാണ് ആദ്യം ഈ പാലത്തിൽ കയറിയത്, അതുകൊണ്ട് ഞാനാണ് ആദ്യം ഈ പാലം കടക്കുന്നത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ വാശി പിടിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവർ പരസ്പരം കുത്തുകൂടാൻ തുടങ്ങി. ശക്തമായി കുത്തുകൂടാനും ഇടിക്കാനും തുടങ്ങി. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ അവർ രണ്ടുപേരും തെറിച്ച് വെള്ളത്തിലേക്ക് വീണു. ആഴമുള്ള പുഴയിൽ അവർ മുങ്ങിയും പൊങ്ങിയും കിടന്നു. അവർ ഉറക്കെ നിലവിളിച്ചു, രക്ഷിക്കണേ, രക്ഷിക്കണേ. പക്ഷെ ആരും അവരുടെ നിലവിളി കേട്ടില്ല. അവരുടെ വാശി കാരണമാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. അവർക്ക് പറ്റിയ ആപത്ത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം, ആരോടും ഒരിക്കലും നാം വാശി കാണിക്കാൻ പാടില്ല. അമിതമായ വാശി നമ്മളെ ആപത്തിലേക്ക് കൊണ്ടുപോകും. കുട്ടികളായ നമ്മളിൽ